ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്കും അടിച്ച് ഒരു ഹൈപ്പും ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കാൻ കേട്ടോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കുറ്റിയെല്ലാം പറിച്ച് കളയാൻ വന്ന ആശാരിയാണ് കേട്ടോ. അപ്പൊ ആശാരി ചോദിക്കുന്നു, വേണോ സാറേ എന്ന്. അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു, വേണം, എത്ര രൂപ വേണമെങ്കിലും തരാൻ, കുറ്റിയെല്ലാം എടുത്ത് മാറ്റിയേക്കാന്. ഇത് കേട്ടിട്ട് നമ്മുടെ രോഹിത് മാറി നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ തലയിലൊക്കെ കൈയൊക്കെ വെച്ച് മുടിയൊക്കെ ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ആ റൂമിൽ കുറ്റിയിടാതെ ഒരിക്കലും നമ്മുടെ രോഹിത്തിന് കഴിയാൻ പറ്റത്തില്ല. രോഹിത് അങ്ങനെ ആയിപ്പോയി. നേരത്തെ അങ്ങനെ ആയിരുന്നു, ഇപ്പം അതിനപ്പുറം അങ്ങനെ ആയിപ്പോയി. അതിന് ലോക്കില്ലാതെ ഒരിക്കലും നമ്മുടെ രോഹിത്തിന് ആ റൂമിൽ ഇരിക്കാൻ പറ്റില്ല. ഇതിൽ രോഹിത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. രോഹിത്തിനാണെങ്കിൽ ഇറങ്ങി ഓടണോ, സ്വന്തം ജീവൻ കളയണോ എന്ന് വരെ തോന്നിപ്പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോവാണ്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ഗോവർദ്ധനൻ ചോദിച്ചായിരുന്നു, ഇതിന്റെ വല്ല കാര്യമുണ്ടോ ബാലേട്ട? വേണ്ടായിരുന്നു, വെറുതെ എന്തിനാ, അവന്റെ പ്രൈവസി പോട്ടെ. അവന്റെ പ്രൈവസി അല്ല, ഇതവന്റെ ഒരു അവകാശമല്ലേ. സ്വന്തമായിട്ട് ഒരാൾക്ക് റൂമിൽ അടച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ, അതും ഇപ്പൊ അവന്റെ സിറ്റുവേഷൻ അതല്ലേ എന്ന് പറഞ്ഞപ്പോ അവന്റെ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ റൂമില് ലോക്ക് എടുത്ത് കളയാന്ന് തീരുമാനിച്ചത്. അവനിവിടെ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് ഗോവർദ്ധന ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. എന്തൊക്കെയാണെങ്കിലും അവനത് താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ ബാലേട്ടാ? വേണ്ട ഗോവർദ്ധന, ഇങ്ങനെ വാശി പിടിക്കണം. അവൻ അവിടെ കിടന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എടാ, ഇത്രയും വളർത്തിക്കൊണ്ട് വന്നതേ വെറുതെ പട്ടിക്കും ചെന്നായിക്കൊന്നും ഇട്ടു കൊടുക്കാനല്ല. തെണ്ണോടറാത്ത എണ്ണം. അവനെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അവൻ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് അറിയുമോ? അവൻ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ആ ഒരു അവസ്ഥയിൽ അവൻ ഇവിടെ നിൽക്കുന്നത്. അവന് മാത്രമല്ല ഭ്രാന്ത്, ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഭ്രാന്ത് വരുന്ന രീതിയിലാണ് അവൻ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. അല്ല, ബാലേട്ടന് സമ്മതമാണെങ്കിൽ, ബാലേട്ടന് ഇഷ്ടമാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അവനൊന്ന് സൂക്ഷിച്ചോണം. ഈ ഒരു അവസ്ഥയിലെ അവന്റെ സമനില തെറ്റിയിരിക്കുകയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവനെ ഒന്ന് സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞപ്പോ അവനെ സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാ, അവന് വേണ്ടി തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. വാതിൽ കുറ്റിയിട്ടിട്ട് എന്തെങ്കിലും കടുംകൈ കാണിച്ചു കഴിഞ്ഞാലേ ഇവിടെ ആരാടാ ഉള്ളത്? ഇവിടെ ആർക്കാടാ പോകുന്നത്? എനിക്കല്ലേ എന്റെ മോനെ നഷ്ടമാകുന്നത്. അവനെയൊക്കെ വളർത്തി വലുതാക്കി കാക്കയ്ക്കും പൂച്ചയ്ക്കും ഇട്ട് കൊടുക്കാതെ ഇത്രയൊക്കെ ആക്കിക്കൊണ്ട് വന്നത് എനിക്ക് അവനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ലല്ലോ. അതൊക്കെ പറഞ്ഞാൽ ആർക്ക് മനസ്സിലാവും? അവൻ ജയിലിൽ കിടന്നപ്പോൾ ഓരോ ദിവസവും ഉരുകി 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 തീരുമായിരുന്നു എന്റെ ജീവിതം. ഒരുപോലെ കണ്ണടയ്ക്കാതെ, ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ ഞാൻ ഇവിടെ ഞാൻ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊക്കെ കണ്ടതല്ലേ. അന്ന് ഹോസ്പിറ്റലിൽ പോയി കിടന്നത് ഇവന് വേണ്ടിയാ. ഇവൻ കാരണമാ. എനിക്കിനി അതിനൊന്നും പറ്റത്തില്ല. എനിക്ക് ഇവൻ മാത്രമല്ല, വേറെ 3 മക്കളും കൂടെ ഉണ്ടേ. ജീവിച്ചേ പറ്റൂ. പിന്നെ അവനെ സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമ തന്നെയാ. അവന്റെ അപ്പനായതുകൊണ്ട് അതെനിക്ക് നിർവഹിച്ചേ പറ്റത്തുള്ളൂ. ഇനിയിപ്പം അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. കുറ്റി ഞാൻ മാറ്റത്തില്ല, അല്ല കുറ്റി ഞാൻ ഇടത്തില്ല. കുറ്റി ഇനി വേണ്ട, ഒരു ലോക്കും വേണ്ട, ഒരു ലോക്കും അവന് വേണ്ട. അവനെ ഞാൻ അഴിച്ചു വിട്ടേക്കല്ലേ, അവൻ പോട്ടെ എങ്ങോട്ടാന്ന് വെച്ചാല്. അങ്ങനെ ആ വാതിലിന്റെ കുറ്റിയെല്ലാം അടിച്ച് തകർത്ത് ആശാരി കുറ്റിയെല്ലാം താഴെ കൊണ്ടുവന്ന് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, സാറേ കുറ്റിയെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ കുറ്റിയൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതവിടെ വെച്ചോ, തനിക്ക് എത്രയോ വേണ്ടത്? അത് പിന്നെ സാറ് ഒരു കുറ്റി എടുത്തതിന് ഇതിനൊരു 100-200 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ 100-200 ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ ഒരു 500 രൂപ അങ്ങാണ്ട് പുള്ളിക്കാരന്റെ കയ്യിൽ വെച്ചും കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഗോവർദ്ധനോട് പറഞ്ഞു, പുള്ളീനെ എവിടെയാന്ന് വെച്ചാല് നീ കൊണ്ടുവിടാൻ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന വരുന്നുണ്ട്. അപ്പൊ അലീന വന്നിട്ട്, എന്താ അച്ഛാ ഇത്, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞതല്ലേ ഇത് വേണ്ടെന്ന്. എന്തിനാ വെറുതെ? അവന് ആ റൂമിനകത്തായിരിക്കാൻ ഇഷ്ടമെങ്കിൽ അവൻ ആ റൂമിനകത്ത് ഇരുന്നോട്ടെ, ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. എന്തിനാ വെറുതെ നമ്മൾ വീണ്ടും വീണ്ടും അവനെ വാശി കയറ്റുന്നത്? ഇതേ വാശി, അച്ഛന്റെ ഇതേ വാശി തന്നെ അവനും ഉള്ളത്. ആ വാശി, രണ്ടുപേരുടെയും കൂടെ വാശിയും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും എന്തിനാ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാക്കണത്? അവന് സമാധാനം കിട്ടുന്നത് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണെങ്കിൽ ഇരിക്കട്ടെ. ചിലപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം അവന് സംഭവിക്കും. അവൻ എന്നും അവനിങ്ങനെ ഓരോ പാത്രവും പ്ലേറ്റും എല്ലാം എറിഞ്ഞു പൊട്ടിക്കുവോ? അവൻ പട്ടിണി കിടക്കുവോ? ഇല്ല. അവന് മാറ്റം ഉണ്ടാകും അച്ഛാന്ന് പറയുമ്പോ, വേണ്ട അലീനെ, നിർത്തിക്കോ, മാറ്റം ഉണ്ടാകും. അവൻ എപ്പോഴൊക്കെ നീ ഭക്ഷണം കൊണ്ട് കൊടുത്തോ അപ്പോഴൊക്കെ അവൻ എന്താ ചെയ്തിട്ടുള്ളത്? തട്ടി തീർപ്പിച്ച് എറിഞ്ഞു കളഞ്ഞിട്ടല്ലേ ഉള്ളത്.
അവൻ ഇത് തന്നെയാ വേണ്ടത്. അവനെ ലോക്കില്ലാതെ അവിടെ കിടക്കണം. അവനെ നമുക്ക് തോന്നുമ്പോ ചെന്ന് അവനെ കാണാനുള്ള ഒരു ഇത് വേണം. അല്ലാതെ അവന്റെ വാതിലിൽ ചെന്ന് മുട്ടി രോഹിത്ത് വാതിൽ തുറക്ക്, രോഹിത്ത് വാതിൽ തുറക്ക് എന്നും പറഞ്ഞ് അതുകൊണ്ട് നിൽക്കേണ്ട ഒരാവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത് ഇങ്ങ് ഇറങ്ങി വന്നിട്ട് രോഹിത് ഇതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പരവേശം എടുക്കുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. രോഹിത്തിന് കാലു വന്നിട്ട് രോഹിത് ഇങ്ങ് ഇറങ്ങി വന്നിട്ട്, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എല്ലാവരും കൂടെ എന്നെ ഇട്ട് ഇവിടെ വട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോ, ആരാടാ നിന്നെ വട്ട് കളിപ്പിക്കുന്നത്? നിന്നെ ഞങ്ങളല്ല വട്ട് കളിപ്പിക്കുന്നത്, നീ ഞങ്ങളെയാടാ വട്ട് കളിപ്പിക്കുന്നത്. എടാ നിനക്ക് അറിയാമോടെ ഒരുപോലെ കണ്ണടയ്ക്കാതെയാണ് ഇവിടെ കിടന്നിട്ടുള്ളത്. നീ അങ്ങ് ജയിലിൽ പോയി കിടന്നപ്പോഴത്തേക്കും ഇവിടെ ഉരുകി 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 തീരുമായിരുന്നു ഓരോരുത്തരുടെ. നിന്നെ പുറത്തിറക്കാൻ വേണ്ടി നീ വരുവാന്ന് കേട്ടത് ഇവിടെയുള്ള പെമ്മക്കൊക്കെ എന്നെ സന്തോഷമായിരുന്നെന്ന് അറിയാമോടാ. അതെല്ലാം തൊലച്ച് നീ എങ്ങോട്ടാടാ ഈ പോകുന്നതെന്ന് പറയുമ്പോൾ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. എൻ്റെ ജീവിതത്തിൽ കയറി ആരും ചെയ്യാൻ വരണ്ട. എൻ്റെ ജീവിതം എനിക്കുള്ളതാണ്, ഞാൻ അതെന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. ആരും എന്നെ കൂടുതൽ രക്ഷിച്ച കഥയും ആരും എനിക്ക് വേണ്ടി ഒന്നും എനിക്ക് വേണ്ടി ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ, ലോക്ക് എടുത്തിരിക്കുന്നു, എനിക്ക് ലോക്ക് മര്യാദ കിട്ടു തന്നോ, ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്താടാ നീ ചെയ്യാൻ പോകുന്നത്? നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യടാ. നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, നിന്നോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞതല്ലടാ, നീ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രോഹിതിനും വീണ്ടും നിന്നും വിറയ്ക്കാനിട്ടപ്പോഴത്തേക്കും അലീന, അച്ഛ എന്താ അച്ഛ ഇത്, അച്ഛൻ മിണ്ടാതിരിക്കുക അച്ഛ എന്ന് പറഞ്ഞു. ഇപ്പൊ കൃഷ്ണമോളും പറയുന്നുണ്ട്, അച്ഛ എന്താ അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത്, വെറുതെ ഇങ്ങനെയൊന്നും പറയരുതേ, ഏട്ടൻ ഇറങ്ങിപ്പോയാലോ എന്ന് ചോദിക്കുമ്പോൾ, അവൻ ഇറങ്ങിപ്പോയാലേ അവനെങ്കിൽ ഇറങ്ങിപ്പോട്ടെ, മനുഷ്യന് തലവേദന ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ഓരോ സന്തതികൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താ ചെയ്യുന്നത്? അവന് ഇത്രയും ചെയ്തു കൂട്ടിയതൊന്നും പോരെ, ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ കൂട്ടുനിന്നവനല്ലേ ഇവൻ, വഞ്ചകനല്ലേ ഇവൻ, അവൻ ഇത്ര ഒന്നും ചെയ്തു പോരെന്ന് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രോഹിത്തിന്റെ പിടിയും ബലവും എല്ലാം പോയി കേട്ടോ. രോഹിത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. രോഹിത്ത് ആ വീടിന്റെ പടി ഇറങ്ങുകയാണ്. പടി ഇറങ്ങി എവിടം വരെ ഇറങ്ങും? എവിടം വരെ പോകാൻ പറ്റും രോഹിത്തിന്? രോഹിത് അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഞാൻ ഇവിടെ നിന്ന് പോകുകയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒരു ഓട്ടം ഓടി ഇറങ്ങി. ബാലചന്ദ്രൻ പറഞ്ഞു, താടയുണ്ടാവാൻ പോട്ടെ എന്ന് പറഞ്ഞു. പോട്ടെ, അവന് എവിടെയാന്ന് വെച്ചാൽ പോട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും അലീന പറഞ്ഞു, അയ്യോ അങ്ങനെ എങ്ങനെയാ അച്ഛാ വിടുന്നത്? നാട്ടുകാരൊക്കെ അവനെ കണ്ടു കഴിഞ്ഞാൽ അവനെ ചിലപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലുമായിരിക്കും, അവനെ കൊല്ലട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ രോഹിത് ഇറങ്ങി ഓടി കേട്ടോ. നമ്മുടെ രോഹിത് ഇറങ്ങി ഓടി ഗേറ്റ് കടന്ന് പുറത്ത് ചെന്നപ്പോഴത്തേക്കുമാണ്, ഓടിയല്ല നടന്നു പോവാണ്. ആദ്യം ഇറങ്ങി ഓടി പിന്നെ നടന്നു പോവാണ്. എന്തൊക്കെയോ, അതായത് പെട്ടെന്ന് ഒരാൾക്ക് കണ്ടാൽ ഒരു ഭ്രാന്തനെ പോലെ തോന്നുന്ന ആ ഒരു രീതിക്കാണ് നടന്നു പോകുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കുമാണ് ആരോ ഒരാളുടെ കണ്ണിൽ രോഹിത് പെടുന്നത്. ഇതാ ബാലചന്ദ്രന്റെ മകനല്ലേ, പീഡന കേസിലെ പ്രതിയല്ലേ, ഇവനല്ലേ ആ പെണ്ണിനെ റേപ്പ് ചെയ്തതിൽ രണ്ടാമത്തെ പ്രതിയ. അവന് ജാമ്യം കിട്ടിയതാണ്. അവന് ജാമ്യം കിട്ടിയത് ബാലചന്ദ്രൻ കുറെ പൈസ ഇറക്കിയിട്ടാണ്. അവനെയൊന്നും വെറുതെ വിടരുത്, ഇവനെയൊന്നും വളരാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അയാള് അവിടെ നിന്ന കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ രോഹിത്തിന്റെ അടുത്തേക്ക് വന്ന് കല്ലെറിയുന്നു, ചെരുപ്പെടുത്ത് എറിയുന്നു, രോഹിത്തിനെ ഓടിക്കുന്നു. എന്താ ഒരു പ്രതി പീഡന കേസിലെ പ്രതിക്ക് കിട്ടാവുന്നത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന്? അതൊക്കെയല്ലേ കിട്ടത്തുള്ളൂ. അതൊക്കെ തന്നെയാണ് നമ്മുടെ രോഹിത്തിന് കിട്ടുന്നത്. രോഹിത് അവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നാട്ടുകാരെല്ലാം വളഞ്ഞുകൂടി ആക്രമിക്കുന്നു. നാട്ടുകാർ തല്ലിക്കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബാലചന്ദ്രന്റെ ചെവിയിൽ ഇതെത്തി. ഈ സമയത്ത് ബാലചന്ദ്രൻ എവിടെയാന്ന് വെച്ചാൽ പോട്ടെന്നൊക്കെ ഓർത്ത് ഗേറ്റൊക്കെ അടച്ചിട്ടേക്കായിരുന്നു. അങ്ങനെ ബാലചന്ദ്രന്റെ ചെവിയിൽ ഇതെത്തി. പിന്നെ ബാലചന്ദ്രൻ രക്ഷിക്കുക എന്നുള്ളതല്ലാതെ, സ്വന്തം മകനെ രക്ഷിക്കുക എന്നുള്ളതല്ലാതെ പിന്നെ വേറെ എന്താ ഉള്ളത്? പിന്നെ എന്ത് ചെയ്തു? നമ്മുടെ ബാലചന്ദ്രൻ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നു. അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ ബാലചന്ദ്രൻ പിന്നെ അകത്തേക്ക് കൊണ്ടുവന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥ. നമ്മുടെ രോഹിത് ആണെങ്കിൽ, ഇല്ല ഞാൻ വരുന്നില്ല, എല്ലാവരും കൂടെ എന്നെ കൊല്ലട്ടെ, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചുകൊണ്ട് വന്നത്? ഞാൻ എന്താ നിങ്ങളോട് ചെയ്തത്? എനിക്ക് വേണ്ട, ഞാനൊരു വൃത്തികെട്ടവനാണ്, ഞാനൊരു റേപ്പ് ലിസ്റ്റിലെ പ്രതിയാണ്, വേണ്ട, ആരും എന്നെ തൊടരുത്, തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വെള്ളത്തിൽ കുളിക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് ഇങ്ങനെ ഷൗട്ട് ചെയ്യുക. ഈ സമയത്ത് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്ത് തെറ്റാ ഏട്ടനോട് ചെയ്ത്? ഏട്ടൻ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടന്റെ അവസ്ഥ എന്തായിത്തീരുന്ന ഏട്ടൻ അറിയാമോ? ഏട്ടന്റെ ഭാവി ഒന്നും ഏട്ടൻ ചിന്തിക്കുന്നില്ലേ? ഏട്ടൻ ഇത് അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് ഏട്ടനെ പുറത്തിറക്കിയതെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ, കുറെ ദിവസമായി ഞാൻ കേൾക്കുന്നു, നിങ്ങളൊക്കെ എന്തിനാ എന്നെ പുറത്തിറക്കിയത്? ഇപ്പൊ എന്തിനാ എന്നെ രക്ഷിച്ചോണ്ട് വന്നത്? നാട്ടുകാർ കൊല്ലണമായിരുന്നു തന്നെ, നാട്ടുകാരെന്നെ കൊന്നോട്ടെ, എനിക്ക് ചാകാൻ പേടിയില്ല, എല്ലാവരും എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത്?
വന്നിട്ട് ഏത് നേരവും എന്നെ രക്ഷപ്പെടുത്തി ഞാൻ സെൻട്രൽ ജയിലിൽ അല്ലെങ്കിൽ സബ് ജയിലിൽ കിടന്ന് തീർന്നേനെ. നിങ്ങളുടെ കരുണ കൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്. എനിക്ക് ആരുടെയും കരുണയോ ദയോ ഒന്നും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. ഞാൻ റേപ്പ് കേസിലെ പ്രതി തന്നെയാണ്. ഞാനേ പ്രതിയായിട്ട് കണ്ടാൽ മതി, മകനായിട്ട് കാണണ്ടെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് തുള്ളി, എന്താ പറയാ, മറ്റേ വെളിച്ചപ്പാട് തുള്ളുന്ന പോലെ കിടന്ന് തുള്ളലാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീനയാണ് ബാലചന്ദ്രനെ ഒന്ന് സമാധാനപ്പെടുത്തുന്നത്. അച്ഛനെങ്കിലും മിണ്ടാതിരിക്കുക, അച്ഛൻ ഞാൻ ദേവി അച്ഛന്റെ കാല് പിടിച്ച് പറയാ, എന്തിനാ വെറുതെ അവനോട് ഇതൊക്കെ. ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴേ അച്ഛനോട് കുറ്റിയൊന്നും എടുക്കണ്ടെന്ന്. അതൊക്കെ ഒരാളുടെ പ്രൈവസി അല്ലേ, അതിലെന്തിനാ നമ്മൾ കയറി ഇടപെടുന്നതെന്ന് പറയുമ്പോൾ എന്ത് പ്രൈവസിയാണ്? ഇത്രയും നാളും പ്രൈവസി കുറ്റി വിട്ടുകൊടുത്ത് ഇത്രയും നാളും ആ റൂമിലത്തെ കാര്യം എന്താണെന്ന് അറിയാതെ നോക്കാതെ ഇരുന്നത് കൊണ്ടല്ലേടി ഇത്രയൊക്കെ ഉണ്ടായത്? ആണോടി? അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ വന്നത്, ഇത്രയൊക്കെ ഇവിടം വരെയൊക്കെ എത്തിയത്? എന്നിട്ട് ഇവൻ പഠിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ അവന്റെ അപ്പനായതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ ചെയ്യും, ആരും എന്നോട് ഒന്നും പറയണ്ട, ഞാൻ ചെയ്യുക തന്നെ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ പിന്നെയും പിടിവാശി പിടിക്കുകയാണ്. രണ്ടിന്റെയും നടുക്കാ പെമ്പിള്ളാര് ബബിതയും കൃഷ്ണമോളും രോഹിത് അല്ലല്ലോ, അലീനയും കൂടെ കിടന്ന് നട്ടം ചുറ്റാണ്. അല്ലാതെ പിന്നെ എന്തുവാ ചെയ്യുന്നത്? ഏതായാലും ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തി നമ്മുടെ രോഹിത് എന്തോ ആ ഒരു സമയത്ത് റൂമിലേക്ക് കയറി പോയി. ഇനിയിപ്പം എന്തെങ്കിലും കടുങ്കൈ ചെയ്യുവോ കടുങ്കൈ ചെയ്യാതിരിക്കുവോ? രോഹിത്തിനെ കൊണ്ട് സത്യത്തിൽ ഇപ്പം ബാലചന്ദ്രന് തലവേദന, അലീനയ്ക്ക് തലവേദന, കൃഷ്ണമോൾക്ക് തലവേദന, ഈ ഒരു അവസ്ഥ. ഈ സമയത്ത് നമ്മുടെ ബബിത വിളിക്കുന്നുണ്ട്. ആരെ? നമ്മുടെ വൈജയാട്ടോ വിളിക്കുന്നത് ബബിതനെ വൈജ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായിടി, അവന്റെ സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എവിടെന്നാ അമ്മേ മാറ്റം? ഒരു മാറ്റവും ഇല്ലമ്മേ. എന്തൊക്കെയാ രോഹിത്തേട്ടൻ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാമോ? ഓ, ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, രോഹിത്തേട്ടൻ കാണിച്ചു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരെ രോഹിത്തേട്ടനോട് ദേഷ്യം തോന്നിപ്പോവും. അല്ല മോളെ, അവൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ഇന്നേ ഇവിടെ നിന്ന് ഇറങ്ങി ഓടി നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തലനാടിലേക്ക് രക്ഷപ്പെട്ടത് മാത്ര, ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നേ രോഹിതേട്ടനെ പഞ്ഞിക്കിട്ടോ എല്ലാവരും കൂടി ഇപ്പം അങ്ങ് സ്വർഗലോകത്തേക്ക് അയച്ചേനെ. ആ മാതിരി ആയിരുന്നു. അതെ എന്റെ പൊന്നമ്മേ, അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്നും വരുന്നുണ്ടോ? അമ്മ വരാതെ ഇനി രോഹിതേട്ടൻ അടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ ആ വീട്ടിലേക്ക് വരാനോ? അല്ല പിന്നെ എന്താ ചെയ്യാനാ? രോഹിതേട്ടനെ ഒന്ന് സമാധാനപ്പെടുത്തണമെങ്കിൽ ഇനി ചിലപ്പോൾ അമ്മയ്ക്ക് മാത്രമേ കഴിയത്തുള്ളായിരിക്കും. ഞങ്ങൾ ആരും നോക്കിയിട്ട് പറ്റുന്നില്ല. അലീന പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. ഇനിയിപ്പം അലീന എങ്ങാനും അവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം രോഹിത്തും കൂടെ അലീനയുടെ വശത്തിരിക്കും. അറിയാലോ, കൃഷ്ണമോൾ അവിടെയാ, പിന്നെ രോഹിത്ത്, പിന്നെ അച്ഛൻ, എല്ലാവരും കൂടെ ചേർന്ന് അമ്മയുടെ തല തിന്നും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ, മോളെ ഞാൻ അങ്ങോട്ട് വന്നാൽ എങ്ങനെയാ ബബിത? മോളെ എന്നൊന്നും അല്ലാട്ടോ വിളിക്കുന്നത്, ഞാൻ എൻ്റെ ഒരു രീതിയിൽ മോളെ എന്നങ്ങ് പറഞ്ഞു. നമ്മളെ മക്കളെ മോളെ എന്നൊക്കെ വിളിക്കുമല്ലോ, പക്ഷെ നമ്മുടെ വൈജ അങ്ങനെ വിളിക്കത്തൊന്നുമില്ല. അപ്പൊ വൈജ എടി, ഞാൻ അവിടെ വന്ന് എന്ത് കാട്ടിക്കൂട്ടാനാ, ഞാൻ അവിടെ വന്ന് എന്ത് ചെയ്യാനാ? എനിക്കിതിനൊന്നും പറ്റത്തൊന്നുമില്ല. അവളുള്ള വീട്ടിലേക്ക് ഞാൻ വരാനോ? എന്റെ പട്ടി വരുന്നു പറയുമ്പോ അമ്മ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കരുത്. അച്ഛന് വാശി, അമ്മയ്ക്ക് വാശി, രോഹിതേട്ടന് വാശി, എല്ലാവരുടെയും വാശിയിൽപ്പെട്ട് ജീവിക്കുന്നത് ഞാനും കൃഷ്ണമോളൊക്കെയാ. അതുകൊണ്ട് അമ്മയോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്കൊന്ന് വരണം, ഇങ്ങോട്ടേക്ക് വന്ന അമ്മയും കൂടെ ഉണ്ടെങ്കിലേ ശരിയാകത്തുള്ളൂ. അമ്മ പ്ലീസ് അമ്മ, അമ്മ ഇപ്പൊ വേറെ വീടെടുത്ത് പോകണ്ട. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രോഹിതേട്ടനെ പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ നിന്നിട്ട് വേറെ വീടെടുത്ത് പോകാന്ന് പറയുമ്പോൾ അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കേസല്ല. അവനെ ഞാൻ കൊണ്ടുപോക്കോളാന്ന് പറയുമ്പോൾ അവൻ വരില്ല, അത് ഉറപ്പുള്ള കാര്യം തന്നെയാ. രോഹിതേട്ടൻ വരത്തില്ല, രോഹിതേട്ടൻ ഇവിടെ നിൽക്കത്തുള്ളൂ. രോഹിതേട്ടന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. രോഹിതേട്ടൻ കാണിച്ചു കൂട്ടുന്നത് നേരി കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും പറയത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്തെങ്കിലും കാണിച്ചു കൂട്ട് എന്നൊക്കെ പറഞ്ഞ് ബബിത ഫോൺ കട്ട് ചെയ്തു. വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ വൈജയും ഉള്ളത്. ഈ സമയത്ത് ശിവശങ്കരമേനോനും അതുപോലെ എല്ലാവരും കൂടെ നമ്മുടെ വൈജയെ നിർബന്ധിച്ചാണ് സത്യത്തില് എങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? നെടുമ്പുരയ്ക്ക് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. അവിടെ നമ്മുടെ രോഹിത് ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു അവസ്ഥ. മാത്രമല്ല വൈജയ്ക്ക് തന്നെ വൈജ തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനിയിപ്പം അലീന രോഹിത്തിനെ മാറ്റിയെടുത്ത് കഴിഞ്ഞാല് ആ ക്രെഡിറ്റും കൂടെ ആർക്ക് കിട്ടും? അലീനയ്ക്ക് കിട്ടും. അങ്ങനെയുള്ള ക്രെഡിറ്റ് എല്ലാം വെച്ച് മേടിച്ച് കെട്ടി അവള് ജീവിക്കണ്ട. അങ്ങനെ അവള് എൻ്റെ മോനെ നന്നാക്കി എടുക്കണ്ട. എൻ്റെ മോൻ നന്നായില്ലെങ്കിലും കുഴപ്പമില്ല, അവള് നന്നാക്കണ്ട എന്നുള്ള രീതിയിലാണ് വൈജ. ഏതായാലും വൈജ ഇതും കൊണ്ടൊക്കെ തന്നെയാണ് എങ്ങോട്ടേക്ക് പുരയ്ക്കൽ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പൊ രോഹിത്തിന് വേണ്ടി തന്നെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. നമ്മുടെ റെന്റിനെടുത്ത വീടൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് മനസ്സോടെ നമ്മുടെ വൈജ നെടുമ്പുരയ്ക്കൽ വീടിന്റെ പടി കയറുകയാണ്. എന്തൊക്കെയാ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അടിപൊളി വിശേഷങ്ങളാണ് കേട്ടോ.
ഒന്ന് മെച്ചമായിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. അപ്പം നമ്മൾ നോവൽ ബേസിലൊക്കെയാണ് പ്രമോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. ചിലപ്പോൾ നോവൽ ബേസിൽ പറഞ്ഞു പോകുമ്പോൾ സീനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു രീതിയിൽ തന്നെയാണ് കഥ പോകുന്നത്. പക്ഷെ നോവൽ ബേസിൽ പറഞ്ഞു പോകുമ്പോൾ കഥയുടെ സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ മാറ്റമൊക്കെ സംഭവിച്ചേക്കാട്ടോ. അപ്പം അതൊക്കെ മാറി ഇങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുകയോ ഇനിയിപ്പം ഇതല്ലല്ലോ കഥ, ഇങ്ങനെയല്ലല്ലോ ആ സീൻ ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ നമുക്ക് കറക്റ്റ് സീനുകൾ അറിയില്ലല്ലോ. നമ്മൾ പ്രമോ വിശേഷത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രമോ പറയുമ്പോൾ ഒത്തിരി പേര് നമുക്ക് പറയുന്നുണ്ട് പ്രമോ വിശേഷം കള്ളമാണോ, ഇതെന്താ ഇങ്ങനെ, ആ ഒരു സീനുകളൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മൾ കഥയുടെ ആ ഒരു രീതിയാണ് പറയുന്നത്, കഥയിലെ സംഭവങ്ങൾ നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഡയലോഗിന് വ്യത്യാസം ഉണ്ടാകും, അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഡയലോഗ്സിനൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. ഇനിയിപ്പം നമ്മുടെ രോഹിത് നന്നാകുവോ, രോഹിത്തിനെ വൈജ നന്നാക്കി എടുക്കുവോ, അലീനെ നന്നാക്കി എടുക്കുവോ, അതോ ഇതോടുകൂടി നമ്മുടെ വൈജ നന്നാകുവോ, വൈജ അലീനെ തിരിച്ചറിയുവോ, എല്ലാം നമുക്കിനി കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം തന്നെ നിങ്ങൾക്ക് താമസിക്കാതെ തന്നെ നമ്മുടെ വീഡിയോ കയറി കാണാനായിട്ട് സാധിക്കും. ഇപ്പം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ, എനേബിൾ ചെയ്ത് വെച്ചിട്ടും വരുന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആദ്യം ലൈക്ക് ചെയ്യാത്തവരും ഹൈപ്പ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ മറക്കരുത്, ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും വേണേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.